എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ മാർക്കറ്റ് ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് എങ്ങോട്ട് പോകണം എന്നറിയാതെ ഒരു ലക്ഷ്യമില്ലാതെ ഒരു 15-20 മിനിറ്റോളം കൺസോൾട്ടേഷനിൽ നിന്ന് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടൊരു സഡൻലി മൂവിങ് ആയിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ സഡൻലി മൂവിങ്ങിന് ശേഷം പിന്നീട് ഒരു ഹൈ വോളറ്റൈലിനാണ് ഇന്ന് മാർക്കറ്റ് സാക്ഷ്യം കുറിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അത്യാവശ്യം ലോസ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതലൊന്നുമില്ല, ഒരു 3 ട്രേഡാണ് ഇന്ന് എടുത്തിട്ടുള്ളൂ. ഇന്ന് മാർക്കറ്റ് സുഖമില്ലാന്ന് തോന്നി ട്രേഡിംഗ് നിർത്തി. അതാണ് ഇന്ന് സംഭവിച്ചത്. നോക്കൂ, ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, അവസാനത്തെ ആ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ നിങ്ങൾ നോക്കൂ. അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് ഇത്രത്തോളം ലോവിൽ വന്ന ഈ നിഫ്റ്റി, അതായത് 24,998 25,000-നും താഴെ വന്ന് അവിടെ നിന്നും ഈ 15 മിനിറ്റ് ക്യാൻഡിൽ റോക്കറ്റ് പോലെ ഒരൊറ്റ പോക്കായിരുന്നു. 25,016 നിന്ന് 25,188 വരെയാണ് പോയത്. മാത്രമല്ല ഇന്ന് നിഫ്റ്റി തലേ ദിവസത്തേലും വെച്ച് ആൾ ടൈം ഹൈ ആണ് റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നത്. 25,193 192 എന്ന ആൾ ടൈം ഹൈയിലേക്ക് എത്തി നിൽക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം 25,129.90 ആയിരുന്നു. 25,130 എന്ന് വെച്ചോളൂ. 25,193 വന്നു. 63 പോയിൻറ്റിൻ്റെ റാലി കൂടുതൽ നടത്തിയിട്ടുണ്ടെന്ന്. 63 പോയിൻ്റ് ഹൈ ആണെന്ന് കൂടുതൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇന്നൊരു ഹൈ വോളറ്റൈലിറ്റി കൂടി ആയതുകൊണ്ട് ഈ അവസാന നിമിഷത്തെ 15 മിനിറ്റ് ക്യാൻഡിൽ തന്നെ എത്ര ആളുകളുടെ ഇപ്പോൾ താഴേക്ക് വരുന്നത് പോലെ കാണിച്ചിട്ട് ഇവിടെ നോക്കൂ, 1 2 3 4 5 6 15 മിനിറ്റ് ക്യാൻഡിൽ ഇവിടെ നിന്നേ തുടങ്ങി ഡൗൺ സൈഡിലേക്കുള്ള ഒരു ടെൻഡൻസി ഇവിടെ നിന്ന് തുടങ്ങി. അതായത് 25,174 നിന്ന് തുടങ്ങി പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഡൗൺ വന്നു, നെഗറ്റീവിലേക്ക് വന്നു. 25,001 എന്നുള്ള ലോവിന് ശേഷം പിന്നീട് ഈ ക്യാൻഡിലിൽ നിന്ന് ചെറുതായൊരു റീടെസ്റ്റ് നടത്തി ബും എന്നുള്ളൊരു വരവായിരുന്നു. ഈ ഒരു ക്യാൻഡിൽ ഒരുപാട് പേര് പെട്ടുപോയിട്ടുണ്ടാവും എന്ന് തന്നെ പറയാം. ഏതായിരുന്നാലും ആ സമയത്ത് ഞങ്ങൾ ട്രേഡൊന്നും എടുത്തിരുന്നില്ല. ഓക്കെ, അപ്പോൾ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഇന്ന് ഇവിടെയാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആൾ ടൈം ഹൈ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് എടുത്തു പോകാം എന്നാണ് പറഞ്ഞത്. നമുക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,153 പക്ഷേ നമുക്കൊരു റീടെസ്റ്റിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് ഇതിനെ ഒരു 15 മിനിറ്റ് ക്യാൻഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഇവിടെയാണ് 1 അവർ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ശേഷം നമുക്ക് നെക്സ്റ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നതിലും റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ ഇതുവരെ വന്നു. തുടർന്ന് വീണ്ടുമുള്ള 15 മിനിറ്റ് ക്യാൻഡിൽ താഴേക്ക് തന്നെ വന്നത്. ഇവിടെ തിരിച്ചൊരു റെഡ് ക്യാൻഡിൽ ഫോം ആവാത്തത് കൊണ്ട് നമുക്ക് എൻട്രിക്കുള്ള ഒരു ചാൻസ് ലഭിച്ചിട്ടില്ല. ഇനി 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിലും നിങ്ങൾ നോക്കിക്കോളൂ, ഇതാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇത് റീടെസ്റ്റ് നടത്താൻ വേണ്ടി 5 മിനിറ്റ് ക്യാൻഡിൽ ഇതുവരെ വന്നുള്ളൂ. ശേഷമുള്ളത് റെഡ് ഫോമായി. ശേഷം ഇവിടുന്ന് നമുക്ക് എൻട്രി 5 മിനിറ്റിൽ നോക്കിയിട്ട് എടുത്തിരുന്നെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ നിന്നാണ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുവരെ കേവലം 31 പോയിൻ്റ് മാത്രമേ നമുക്ക് ഇന്ന് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതിനുശേഷം താഴേക്ക് വരികയാണ് ചെയ്തത്. ഒരു 30 പോയിൻറ്റിൻ്റെ ഒരു പ്രോഫിറ്റ് ആയിരിക്കാം ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിന്ന് അഥവാ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ലഭിച്ചിട്ടുണ്ടാവുക. ഇതുകൊണ്ടാണ് 1 അവറിൽ എപ്പോഴും നോക്കണം എന്ന് പറയുന്നത്. 1 അവറിൽ നോക്കിയതുകൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടു. അല്ലാത്ത പക്ഷം നമുക്ക് ഇവിടെ നോക്കിക്കോളൂ. ഇവിടെയാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തത്. റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇവിടെ വീണ്ടും ഗ്രീൻ കളർ കണ്ടു. ഗ്രീൻ കളർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നാണ് എൻട്രി. നമുക്ക് ഇതുവരെയാണ് എൻട്രി കിട്ടിയിരിക്കുന്നത്. സെയിം 32 പോയിൻ്റ് തന്നെ. ഓക്കെ, അപ്പോൾ 15 മിനിറ്റിൽ നോക്കുമ്പോഴും 5 മിനിറ്റിൽ നോക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത് ഒരു 31 പോയിൻ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതാണ്. ഡൗൺ സൈഡിലേക്ക് നമുക്ക് വന്നതുമില്ല. 24,965 പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ ഇന്ന് ഒരു ചെറിയ പ്രോഫിറ്റ് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ലഭിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് നാളെ
ഇന്നലെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അവസാനത്തെ ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ഹാമറാണ് വെച്ചിരിക്കുന്നത്, മുകളിലേക്ക് പോകാനാണ് കാണിക്കുന്നത്, അതേസമയം ബാങ്ക് നിഫ്റ്റി താഴേക്ക് വരാനുമാണ് കാണിക്കുന്നത് എന്നാണ് ഇന്നലെ സൂചിപ്പിച്ചത്. അത് ഏറെക്കുറെ സത്യമായിരുന്നു. കാരണം ബാങ്ക് നിഫ്റ്റി ഒരുപാട് നേരം നെഗറ്റീവിൽ തന്നെയായിരുന്നു, റെഡിൽ തന്നെയായിരുന്നു. അപ്പോഴും നിഫ്റ്റി മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ട്രേഡ് എടുക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് നാളെ നോക്കൂ, ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്താലാണ് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സത്യത്തിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വീണ്ടും ഫോം ആയിരിക്കുകയാണ് പുതിയത്. നമുക്ക് ഈ ഒരു ലൈന് ക്രോസ് ആൻഡ് ക്ലോസ് താഴേക്കോ മുകളിലേക്കോ ചെയ്യണം. ഇനി അതല്ലെങ്കിൽ മുകളിലേക്കാണെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഹൈ 25,193 എവിടെ നിന്നാണ് ക്രോസ് ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ നിന്നാണെന്ന് വിചാരിച്ചോളൂ. ഇതേതാ ഡേറ്റ്? 2 സെപ്റ്റംബർ ഇവിടെ നിന്നാണ് ആൾ ടൈമായി ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ലൈന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ 2-ാം തീയതി അല്ലേ നമ്മൾ പറഞ്ഞത്, 2-ാം തീയതി ഇതുവരെയാണ് നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു റെസിസ്റ്റൻസായി മാറും. 60 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് ഇവിടെ നിന്നാണെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോൾ അതിന് മുമ്പാണെങ്കിൽ അത്രയും കുറയും, അതിന് ശേഷമാണെങ്കിൽ അത്രയും കൂടും ഉണ്ടോ. ഇവിടെയൊക്കെ ആണെങ്കിൽ അതായത് 3-ാം തീയതി സെപ്റ്റംബർ ഒരു ഉച്ചനേരം ഒരു 1:15 മണി നേരമൊക്കെ ആണെങ്കിൽ ഇവിടെ 100 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ് ഉണ്ട്. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും ഇവിടെ ഈ ട്രെൻഡ് ലൈനിന് ചിലപ്പോൾ മാറ്റം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ നാളെ ഇവിടെ ഇതിന് കുറച്ച് താഴെ വന്നു, വീണ്ടും താഴെ വന്നു, അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ ക്രോസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഈ ലൈനിനെ പിടിച്ചിട്ട് ഇത്ര ഗ്യാപ്പ് നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുപോലെ ഈ ട്രെൻഡ് ചാനൽ പാറ്റേണിനകത്ത് കൂടെ തന്നെ ഈ നിഫ്റ്റി പോയാൽ മാത്രമേ നമുക്കത് കണക്കാക്കേണ്ടിയുള്ളൂ. ബുള്ളിഷ്നെസ് തന്നെയാണ് നിഫ്റ്റി ഉള്ളത്. ഏതുവരെ പോകും എന്നുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,325 അപ്പോൾ നമുക്ക് നാളെ 25,193 ശേഷം എൻട്രി എടുത്താൽ 25,325 അതിനകത്ത് ചെറിയ റെസിസ്റ്റൻസുകളും അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ക്ലോസിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. 25,193 മേലെ ഡൗൺ സൈഡ് വരികയാണെങ്കിൽ 24,970 താഴെ വരികയാണ്, അല്ലെങ്കിൽ ഇവിടെ 25,000 താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്കും വരാം. ഓക്കെ, നെക്സ്റ്റ് സപ്പോർട്ട് 24,875. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ പറഞ്ഞത് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ആകുന്ന പോലെ ഉണ്ട്, അതായത് 1 അവർ ടൈം ഫ്രെയിമിൽ ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ആകുന്ന പോലെ ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. 9:15 മണിക്ക് ഓപ്പൺ ചെയ്തു, നേരെ മുകളിലേക്ക് പോയി. ഇവിടെ നിന്നും നേരെ താഴെ 50,960 വരെ വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വന്നില്ല. ഇവിടെ നിന്നും തിരിച്ച് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. പോയതിന് ശേഷമാണ് അവസാന നിമിഷത്തിൽ, അവസാനത്തെ സെക്കൻഡ് ലാസ്റ്റ് 1 അവർ ക്യാൻഡിൽ 50,960 താഴെ 50,985 60 മുകളിൽ ഏകദേശം നമ്മുടെ ആ സപ്പോർട്ട് വരെ, നമ്മൾ കണക്കൂട്ടിയ ആ സപ്പോർട്ട് വരെ വന്നതിന് ശേഷം ക്ലോസിംഗ് ടൈമിൽ വീണ്ടും തിരിച്ച് ഒരു ചെറിയ പോസിറ്റീവിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 51,265 മുകളിലാണ് നമ്മൾ എൻട്രി പറഞ്ഞത്. 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെയാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ക്യാൻഡിൽ നോക്കൂ, 51,368 ഹൈയും ക്ലോസ് ചെയ്ത് 51,271. ശേഷം നമുക്ക് ഈ ക്യാൻഡിൽ ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പക്ഷേ ആ ക്യാൻഡിൽ നേരെ താഴെയാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി ലഭിച്ചിട്ടില്ല. നമുക്ക് നാളെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു റേസിംഗ് വെഡ്ജാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ചിലപ്പോൾ വരും ദിവസങ്ങളിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം താഴേക്ക് തന്നെയാണ് സൂചനകൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനുള്ള ട്രേഡിംഗ് സെറ്റപ്പ് വരും ദിവസങ്ങളിൽ നടത്താം. നമുക്ക് നാളെ 51,400 മുകളിൽ എൻട്രി എടുത്ത് പോകാം. 51,410 മുകളിൽ കുറച്ച് മുകളിലേക്ക് വെച്ച് 10 മുകളിൽ അപ്പ് സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകുക. ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ 50,960 താഴെ തന്നെ 50,790 വരെ നമുക്ക് വാച്ച് ചെയ്യാം. അതിനും താഴെ വരാൻ സാധ്യത ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ
ഇവിടെ നിന്നും അല്പം മാറി നിന്നതിന് ശേഷം വേണം റീ എൻട്രി കൊടുക്കാൻ. അപ്പ് സൈഡിലേക്കാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 51,600 കേവലം ഒരു 200 പോയിൻറ്റിനകത്ത്. ഓക്കെ, അപ്പോൾ 51,410 മുകളിൽ 51,610 വരെ, താഴേക്കാണെങ്കിൽ 50,960 നിന്ന് 50,790 വരെ. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ നാളെ ട്രേഡിംഗ് സെറ്റപ്പ് നടത്തി നോക്കാം. അടുത്ത് ഫിൻ നിഫ്റ്റിയാണ്. ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞങ്ങൾ ചാർട്ട് തന്നെ നോക്കിയിട്ടില്ല. ഫിൻ നിഫ്റ്റിയിലൊന്നും ഇന്ന് ട്രേഡ് എടുക്കാനുള്ള ഒരു അവസരം തന്നെ കിട്ടിയിട്ടില്ല. കാരണം തുടക്കം മുതൽക്ക് തന്നെ ഒരു ഹൈ വോളറ്റിലിറ്റി ആയതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. 1 അവർ ടൈം ഫ്രെയിമിൽ നമ്മുടെ 9:15 തന്നെ ഇത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നെക്സ്റ്റ് ക്യാൻഡിൽ റെഡാണ്. തേർഡ് ക്യാൻഡിലാണ് നമുക്കൊരു എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ ലഭിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് തേർഡ് ക്യാൻഡിൽ അഥവാ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ഇവിടെ നിന്നാണ് എൻട്രി എടുക്കാൻ സാധിച്ചിട്ടുണ്ടാവുക. ഇതുവരെ കുഴപ്പമില്ല, 60 പോയിൻ്റ് എടുത്തവർക്ക് 60 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം അതും താഴേക്ക് വരികയാണ്, ഫിൻ നിഫ്റ്റിയും താഴേക്ക് വരികയാണ് ചെയ്തത്. ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതും ഒരു ചാനൽ പാറ്റേണിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വശത്തേക്കാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ വശത്തേക്ക് ഡൗൺ വരാം, അല്ലെങ്കിൽ അപ്പ് സൈഡ് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ട്രേഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് 23,670 മുകളിൽ. ഓക്കെ, അങ്ങനെ എൻട്രി ലഭിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് 23,720 റെസിസ്റ്റൻസ് ഉണ്ട്. അത് നിങ്ങൾ കീപ്പ് ചെയ്യണം. താഴേക്ക് വരികയാണെങ്കിൽ ഇനി ഇത്രത്തോളം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ആക്റ്റ് ആയിട്ടുണ്ട്. 23,480 താഴെ നമുക്ക് ഡൗൺ സൈഡിലേക്ക് വരാം. 23,290 വരെ നമുക്ക് ഹോൾഡ് ചെയ്ത് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫിൻ നിഫ്റ്റിയിൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. മുകളിലേക്ക് അല്പം കമ്മിയാണ്, 23,670 മുകളിൽ 23,720 വരെ. ഓക്കെ, ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും മാറി നിൽക്കേണ്ടി വരും. താഴേക്ക് 23,480 താഴെയും. അപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. അടുത്തത് മിഡ് ക്യാപ്പാണ്. മിഡ് ക്യാപ്പിൽ നിന്നൊരു ട്രേഡ് എടുത്തു. ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, സെക്കൻഡ് പ്രോഫിറ്റായി. മിഡ് ക്യാപ്പ് നമ്മൾ ഇന്നലെ പറഞ്ഞ രൂപത്തിൽ തന്നെ താഴത്തേക്കാണ് വരാനുള്ളത് എന്ന് പറഞ്ഞു. താഴെ വന്നു. ഈ ട്രിപ്പിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട്, ട്രിപ്പിളല്ല ഫോർത്തായി, 1 2 3 4. ഓക്കെ, ഇന്ന് ബ്രേക്കൗട്ട് ചെയ്തു. പക്ഷേ കൂടുതൽ ലൈഫ് ഉണ്ടായില്ല, തിരിച്ച് മുകളിലേക്ക് തന്നെ പോയി. ഒരു ഹ്യൂജ് ഡൗൺ തന്നെയായിരുന്നു. മിഡ് ക്യാപ്പ് 2-3 ദിവസമായി താഴേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി തന്നെയാണ് കാണിച്ചത്. അതേസമയം ഇന്നിപ്പോൾ നിഫ്റ്റിയൊക്കെ കൂടി കയറിയപ്പോൾ എല്ലാ സ്റ്റോക്കുകളും കയറിയ സ്ഥിതിക്ക് കൂട്ടത്തിൽ അവസാനത്തെ 2 അവർ മുകളിലേക്ക് വന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. 100 പോയിൻറ്റോളം ഡൗണിലുണ്ടായിരുന്നാണ് മിഡ് ക്യാപ്പ് നിഫ്റ്റി. ഇപ്പോൾ കേവലം 10 പോയിൻറ്റിൻ്റെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നാളെ 13,100 മുകളിൽ, 13,105 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് മിഡ് ക്യാപ്പ് നിഫ്റ്റിയിൽ എടുത്തു പോകാം. അടുത്ത റെസിസ്റ്റൻസ് ഇവിടെ ഒന്ന് നിങ്ങൾ വാച്ച് ചെയ്യണം. 13,136-35 ലെവലിൽ. താഴത്തേക്കാണെങ്കിൽ ഇന്നത്തെ ലോ എന്തായാലും ബ്രേക്ക് ചെയ്യേണ്ടി വരും. 12,983 80 എന്ന് വെച്ചോളൂ. 12,980 താഴെ വരികയാണെങ്കിൽ 12,945 സപ്പോർട്ടുണ്ട്. അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴെ വരാം. ഏകദേശം 12,900 വരെ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കിത് നാളെ വാച്ച് ചെയ്യാം. ഈ 4 ഇൻഡെക്സുകൾ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് പ്രോപ്പറായി എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എത്ര പരിചയമുള്ള ആളാണെങ്കിലും ഇന്നത്തെ പോലുള്ള ഹൈ വോളറ്റൈൽ മാർക്കറ്റിൽ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത്തരം ദിവസങ്ങളിൽ ട്രേഡിങ്ങിൽ നിന്ന് മാറി നിൽക്കലാണ് ഉചിതം. പിന്നെ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് സ്കാൽപ്പിംഗ് ചെയ്യാം, 2 പോയിൻറ്റ് 3 പോയിൻറ്റ്. പക്ഷേ അതും അപ്രതീക്ഷിതമായ ഒരു മൂവ്മെൻറ്റ് താഴേക്കോ ഓപ്പോസിറ്റ് എഗെയിൻസ്റ്റ് ആയിക്കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു ഹ്യൂജ് ലോസ് സംഭവിക്കാനിടയുണ്ട്. അതുകൊണ്ട് അത്തരം റിസ്ക്കുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാതിരിക്കലാണ് നല്ലത്. ഒരു ദിവസം നമ്മൾ മാർക്കറ്റിനെ വാച്ച് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കാതെ മിണ്ടാതിരുന്നാലും അത്രയും മനസ്സുഖം ലഭിക്കും എന്നതിലപ്പുറം ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൊണ്ടും നഷ്ടമായിരിക്കും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് ഇന്നത്തെ പോലുള്ള ദിവസങ്ങളിൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.